ലോക ക്രിക്കറ്റിൽ ക്രിക്കറ്റ് ബ്രെയിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു ആരാധകന്റെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേര് MS ധോണിയുടേതാണ്. തോറ്റെന്നുറപ്പിച്ച പല മത്സരങ്ങളിലും എതിരാളികളുടെ മനസ്സറിഞ്ഞ് തന്ത്രങ്ങൾ മെനഞ്ഞ് ഇന്ത്യയെ വിജയതീരത്തെത്തിക്കാൻ ധോണിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ക്രിക്കറ്റ് ലോകത്തെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് MS ധോണിയേക്കാൾ മികച്ച ക്രിക്കറ്റ് ബുദ്ധിയുള്ളത് മുൻ ഇന്ത്യൻ പേസർ ആശിഷ് നെഹ്റയ്ക്കാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഇംഗ്ലണ്ട് സ്പിൻ ഓൾറൗണ്ടർ മൊയിൻ അലി. ധോണിയുടെ ക്യാപ്റ്റൻസി തന്ത്രങ്ങളെ ക്രിക്കറ്റ് ലോകം വാനോളം പുകഴ്ത്തുമ്പോൾ മൊയിൻ അലിയുടെ ഈ തുറന്നുപറച്ചിൽ ആരാധകർക്കിടയിലും ക്രിക്കറ്റ് നിരീക്ഷകർക്കിടയിലും വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. മികച്ച ക്രിക്കറ്റ് ബുദ്ധി എന്നത് ഒരാൾക്ക് മത്സരത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെക്കുറിച്ചും കൃത്യമായി ഗ്രഹിക്കാൻ സാധിക്കുന്നതും ഏത് പ്രതിസന്ധിയിലും പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിയുന്നതുമാണ്. മത്സരത്തിന്റെ ഓരോ ഘട്ടത്തിലും അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി മുൻകൂട്ടി പ്രവചിക്കാൻ അത്തരം വ്യക്തികൾക്ക് സാധിക്കും. ഇതിന് പിന്നിൽ കൃത്യമായ വിവരങ്ങളും ഡാറ്റകളും തെളിവുകളും ഉണ്ടായിരിക്കും. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൽ കളിക്കുമ്പോൾ ആശിഷ് നെഹ്റയുമായി ചേർന്ന് പ്രവർത്തിച്ച അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് മൊയിൻ അലി ഈ നിഗമനത്തിലെത്തിയത്. മൊയിൻ അലിയുടെ വാക്കുകൾ: ഞാൻ RCBയിൽ ഉണ്ടായിരുന്നപ്പോൾ 2 വർഷം നെഹ്റ അവിടെ പരിശീലകനായി പ്രവർത്തിച്ചിരുന്നു. അസാമാന്യ ക്രിക്കറ്റ് ബുദ്ധിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കളിയെ വിശകലനം ചെയ്യാനും ഓരോ സാഹചര്യത്തെയും കണക്കുകൂട്ടാനുമുള്ള നെഹ്റയുടെ കഴിവ് അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രധാന നേട്ടങ്ങൾ: 3 ICC ട്രോഫികൾ, 5 IPL കിരീടങ്ങൾ, GDA പ്രഥമ സീസണിൽ ചാമ്പ്യന്മാരും തൊട്ടടുത്ത വർഷം റണ്ണറപ്പും ആക്കി. താരങ്ങളെ വളർത്തൽ: സമ്മർദ്ദഘട്ടങ്ങളിൽ സ്വതന്ത്രമായി കളിക്കാൻ അവസരം നൽകുന്ന ശരാശരി താരങ്ങളെ തന്ത്രങ്ങളിലൂടെ മാച്ച് വിന്നറാക്കുന്നു. ആശിഷ് നെഹ്റയുടെ ഈ അസാമാന്യ കഴിവിനെ ലോകം ശരിക്കും തിരിച്ചറിഞ്ഞത് അദ്ദേഹം IPLൽ ഗുജറാത്ത് ടൈറ്റൻസ് ഹെഡ് കോച്ചായി ചുമതലയേറ്റപ്പോഴാണ്. മുൻ ഇന്ത്യൻ പേസറായ നെഹ്റ ഗുജറാത്ത് പരിശീലകനായപ്പോൾ നെറ്റിചുളിച്ചവരും പരിഹസിച്ചവരും ഏറെയായിരുന്നു. എന്നാൽ പ്രഥമ സീസണിൽ തന്നെ പുതുതായി വന്ന ഗുജറാത്തിനെ ചാമ്പ്യന്മാരാക്കാനും തൊട്ടടുത്ത സീസണിൽ റണ്ണറപ്പാക്കാനും നെഹ്റയ്ക്ക് സാധിച്ചു. വ്യത്യസ്തനായ കോച്ച്: മറ്റ് പരമ്പരാഗത പരിശീലകരിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാണ് നെഹ്റ. ഫുട്ബോളിൽ പരിശീലകർ ചെയ്യുന്നത് പോലെ മത്സരത്തിനിടെ കൃത്യമായി താരങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി നെഹ്റ എപ്പോഴും ബൗണ്ടറി ലൈനിന് പുറത്തുണ്ടാകും. പേപ്പർ തന്ത്രങ്ങൾ കളത്തിൽ: നെഹ്റ നൽകുന്ന പല നിർദ്ദേശങ്ങളും കൃത്യമായി ഫലം കാണുന്നുണ്ടെന്നതാണ് എടുത്തു പറയേണ്ടത്. താരങ്ങളുടെ ഫോം വീണ്ടെടുക്കൽ: നെഹ്റ തിരഞ്ഞെടുക്കുന്ന ടീമിലെ ഓരോ താരത്തെയും മികച്ച ഫോമിലേക്ക് ഉയർത്താൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. ഉദാഹരണത്തിന്, രാജസ്ഥാൻ റോയൽസിൽ വലിയ രീതിയിൽ റൺസ് വഴങ്ങി തല്ലുകൊള്ളിയായിരുന്ന പേസർ ജേസൺ ഹോൾഡർ ഗുജറാത്തിലെത്തിയപ്പോൾ വൻ മാച്ച് വിന്നറായി മാറി. ശരാശരി കളിക്കാരെ വെച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നെഹ്റയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. എതിരാളികളുടെ കരുത്തും ദൗർബല്യവും മുൻകൂട്ടി മനസ്സിലാക്കി പുറത്തുനിന്ന് തന്ത്രം മെനയാൻ നെഹ്റയ്ക്ക് സാധിക്കുമെങ്കിലും ധോണിയേക്കാൾ വലിയ ക്രിക്കറ്റ് ബുദ്ധിയാണ് നെഹ്റയ്ക്കുള്ളത് എന്ന വാദം ഭൂരിഭാഗം ആരാധകർക്കും അംഗീകരിക്കാനാകില്ല. ഇതിന് പ്രധാനമായും ചില കാരണങ്ങളുമുണ്ട്. കളിക്കളത്തിനകത്തെ ഗതിമാറ്റങ്ങൾ: നെഹ്റയുടെ തന്ത്രങ്ങൾ പുറത്തു നിന്നാണെങ്കിൽ മൈതാനത്തിനകത്ത് നിന്ന് കളിയുടെ ഗതി നിമിഷങ്ങൾ കൊണ്ട് മാറ്റുന്നയാളാണ് ധോണി. ആർക്കും പ്രവചിക്കാനാകാത്ത തന്ത്രങ്ങൾ: ധോണിയുടെ പല തന്ത്രങ്ങളും എതിരാളികൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ളവയാണ്. സമ്മർദ്ദത്തെ അതിജീവിക്കൽ: എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് പലവട്ടം മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്താനും അമിത സമ്മർദ്ദത്തിന് പിടികൊടുക്കാതെ ടീമിനെ ജയിക്കാനും ധോണിയോളം ശേഷിയുള്ള മറ്റാരും നായകനില്ല. ICCയുടെ പ്രധാന 3 ട്രോഫികളും IPLൽ CSKയ്ക്ക് 5 കിരീടങ്ങളും നേടിക്കൊടുത്ത ധോണിയുടെ റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് ബുദ്ധിയുടെ ജീവിക്കുന്ന തെളിവുകളാണ്. മൊയിൻ അലിയുടെ പ്രസ്താവന നെഹ്റ എന്ന പരിശീലകന്റെ മികവിനുള്ള അംഗീകാരമാണെങ്കിലും ധോണിയും നെഹ്റയും ക്രിക്കറ്റിനെ സമീപിക്കുന്നത് 2 രീതിയിലാണ്. ബൗണ്ടറി ലൈനിന് പുറത്തു നിന്ന് വിപ്ലവം സൃഷ്ടിക്കുന്ന നെഹ്റയും വിക്കറ്റിന് പിന്നിൽ നിന്ന് കളിയെ നിയന്ത്രിക്കുന്ന ധോണിയും തങ്ങളുടെ വഴികളിൽ പ്രതിഭകൾ തന്നെയാണ്. എന്നിരുന്നാലും തത്സമയം മത്സര സമ്മർദ്ദങ്ങളിൽ ധോണി പുറത്തെടുക്കുന്ന ക്രിക്കറ്റ് ബുദ്ധിയോളം വരില്ല മറ്റൊന്നുമെന്ന് ഭൂരിഭാഗം ആരാധകരും അടിവരയിടുന്നു. മൊയിൻ അലിയുടെ ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നെഹ്റയുടെ ഡഗൌട്ട് തന്ത്രങ്ങളോ അതോ ധോണിയുടെ കളിക്കളത്തിലെ തീരുമാനങ്ങളോ കൂടുതൽ മികച്ചത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലുള്ള വിശ്വസനീയവും രസകരവുമായ സ്പോർട്സ് വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.